ഞാൻ ഇവരെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഈ പാവങ്ങളാണ് പോയി ഉണ്ടാക്കാണ്. ഇപ്പോൾ ഇയാളെ 3 മക്കളായിട്ടാണ് വന്നിക്കണേ, ഇയാളെ ഭാര്യനായിട്ടാണ് വന്നിക്കണേ. അപ്പോൾ ഈ കടയിൽ വന്നിട്ട് ഒരു 4-5 പേരുണ്ട്. അപ്പോൾ ഇവർ ഇളനീ കുടിക്കണ നോക്കാണ്. 30 ഉറുപ്പ്യക്കാണ് ഇപ്പോൾ ഞാൻ ആ ഇളനീ കൊടുക്കണത്. ഇതിൻ്റെ കഥകൾ ഞാൻ പറയട്ടെ, അതൊന്ന് വെട്ടി കൊടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഈ ഒരു മനുഷ്യൻ എപ്പോഴും വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഇളനീ കുടിക്കണം. ഈ പാവം 30 ഉറുപ്പ്യക്കാണ് ഇളനീ കുടിക്കുക. ഇന്ന് അയാൾ ഞായറാഴ്ച ദിവസം അയാളെ മക്കളായിട്ടൊക്കെ പാടെ കൂടിയിട്ട് ഇളനീ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് അയാൾ പറയണേ, ഞാൻ എൻ്റെ ഇത്രയും കുട്ടികളായിട്ടാണ് വന്നിക്കണത്. കാരണം ഇയാൾ പറയണേ, എനിക്കൊരു 500 ഉറുപ്പ്യാണ് ശമ്പളം കിട്ടുന്ന ഓഫീസിൽ നിന്ന്. അതുകൊണ്ട് മാസം 15,000 ഉറുപ്പ്യ കിട്ടണത്. ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഇത്രയും കുട്ടികൾക്ക് ഇളനീ കൊടുത്തപ്പോൾ ആകെ 5 ഇളനീനക്ക് 150 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങി കുടിക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഇളനീന് ഇപ്പോൾ 50 ഉറുപ്പ്യ 60 ഉറുപ്പ്യ 70 ഉറുപ്പ്യാണ് ഇപ്പോൾ ബോംബെയിൽ വില. കാരണം നല്ല വില മൈസൂറിന് 56-58 ഉറുപ്പ്യക്കാണ് ഈ മൈസൂർ ഇളനീ വാങ്ങിയിട്ട് കൊടുന്നു കഴിഞ്ഞാൽ ഇത് വിറ്റിട്ട് കച്ചവടം ചെയ്താൽ എന്താ കിട്ടുക അറിയോ? 60 ഉറുപ്പ്യക്ക് വിറ്റാൽ 4 ഉറുപ്പ്യ 5 ഉറുപ്പ്യ കിട്ടും. 70 ഉറുപ്പ്യക്ക് വിറ്റാൽ 10-15 ഉറുപ്പ്യ കിട്ടും. പക്ഷേ 70 ഉറുപ്പ്യക്കൊന്നും അങ്ങനെ പോവില്ല. കയറി വന്ന ഒരു 10 ഇളനീന പോയി. അങ്ങനെ ഇപ്പോൾ ആ മനുഷ്യൻ ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അങ്ങനെ ഇപ്പോൾ അവർ എന്നോട് പറയാണ്, കാരണം 500 ഉറുപ്പ്യാണ് എനിക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വേറൊരു കടയിൽ പോയിട്ട് ഒരു 50 ഉറുപ്പ്യയുടെ ഈ 5 ഇളനീന് എൻ്റെ മക്കൾക്ക് ഞാനടക്കം കുടിച്ചാൽ 500 ഉറുപ്പ്യ വരിക. പിന്നെ ഞാൻ അന്ന് പണിയെടുത്ത ശമ്പളമൊക്കെ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ ജീവിതം കഴിഞ്ഞ് പോവുക? ഒരു സാധനം പോലും ഇന്നത്തെ കാലത്ത് ശരിക്കും പോലെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ 500 ഉറുപ്പ്യ കൊണ്ട് ഒരു ദിവസത്തെ ചിലവും കാര്യങ്ങളൊന്നും കഴിഞ്ഞ് പോകണില്ല. ആ അവസ്ഥയിൽ കൂടെ 10 ഉറുപ്പ്യ എടുത്ത് മാറ്റിയേക്കാനും കൂടി കഴിയാത്തൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം മനുഷ്യൻ എന്നോടിങ്ങനെ പറയുമ്പോൾ, അപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ തെങ്ങുമെന്ന് ഞാൻ തന്നെ പൈസ കൊണ്ടുപോയി പണം കൊണ്ടുപോയി കെട്ടിയിട്ട് ഞാൻ തന്നെ പോയി കയറും. ഞാൻ തന്നെ എൻ്റെ വണ്ടിയാണ് കാണുന്നത്, കണ്ടില്ല നിങ്ങൾ? എന്നിട്ട് ഞാൻ തന്നെ വണ്ടി ഓടിക്കും. ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ തന്നെ തെങ്ങിൻ്റെ മുകളിൽ കൊത്തി പിടിച്ച് കയറും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇളനീന് കുറച്ച് പറിച്ചു കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കടയാണ് ഈ കാണുന്നത്. ബോംബെത്തെ സ്ഥാപനം ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. ഇതാണ് നമ്മളെ കട. ഇവിടെ ഡോങ്കരി പറഞ്ഞ സ്ഥലമാണ്. സെൻഡാസ് റോഡ് സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ ജയിലാണ്. കുട്ടികളെ ജയിലെന്ന് വെച്ചാൽ ചെറിയ മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ തെറ്റ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോയിടുക. കുട്ടികളെന്തെങ്കിലും കക്കുക അല്ലെങ്കിൽ കുട്ടികളെന്തെങ്കിലും തമ്മിൽ നല്ല തല്ലൂടുക, അടി ഉണ്ടാക്കുക. ഇവിടെ കൊടുത്തിട്ടാണ് ഈ മക്കളെ കൊടുത്തിട്ട് സർവ്വ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. ചിലപ്പം വാപ്പിയമ്മ മരണപ്പെട്ട കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള മക്കളൊക്കെ ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ എൻ്റെ ഈ കട. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൻ്റെ കോലം കണ്ട ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഈ ക്യാമറ ഒക്കെ വെക്കണതിൻ്റെ ഉദ്ദേശം എന്തിനാണെന്നറിയോ? കാരണം അത് ആൾക്കാർ എന്തെങ്കിലും ഇവിടെ മറന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അറുത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു തെറ്റിദ്ധാരണ വരണതാണ്. ഇവിടെ എന്ന് വെച്ചാൽ എന്തെങ്കിലും വെച്ച് അപ്പൊക്കെ വേറെ ആൾക്കാർ കട്ടുണ്ടോ അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്തൊരു മുതൽ പോയാലും ഇവിടെ ആൾക്കാരെന്തെങ്കിലും മുതൽ പോയി കഴിഞ്ഞാലും ഇവിടെ എൻ്റെ പണിക്കാർ കുട്ടികൾ വേണ്ടാത്ത ചെറ്റത്തരങ്ങളൊന്നും ചെയ്യൂല. അവരെന്തുണ്ടെങ്കിലും ഇവിടെ കൊടുന്ന് വെക്കും. ആൾ വന്നാൽ തിരിച്ചു കൊടുക്കും. പക്ഷേ ഞങ്ങളെ കണ്ണിൽ കാണാത്ത വലുതാണെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും എടുത്തുകൊണ്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം വരില്ല. അതിനാണ് ഞാൻ ഇവിടെ ഒരു ക്യാമറ അവിടെ ഒരു ക്യാമറ ഇവിടെയൊക്കെ ക്യാമറ വെച്ചിരിക്കുക. കാരണം ചീത്തപ്പേരുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, അപ്പോൾ ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് 5 ഇളനീയും കുടിച്ച് പോയി 150 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. എന്നാലും ആ പാവത്തിന് 350 ഉറുപ്പ്യ ലാഭം കിട്ടി. അത് ഞാൻ സ്വന്തം തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറിയിട്ടും വണ്ടി ഓടിച്ചിട്ടും ഒക്കെ ഞാൻ തന്നെ ചെയ്യണത്. ഒരു 3 പേരെ പണി സ്വന്തമായിട്ട് ഞാൻ എടുക്കല. എന്നിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. എനിക്കൊരു 10-500-1000 ഉറുപ്പ്യ ഒരു ദിവസം എൻ്റെ അധ്വാനം, ഞാൻ തെങ്ങ് കയറിയ കൂലിയും വണ്ടി ഓടിക്കണ കൂലിയും അത് ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ടാലും പിന്നെ കൊണ്ടുപോയിട്ട് എവിടെയും പിന്നെ ഈ ചകിരിയൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ചാക്കിലുള്ള ചകിരിയും കച്ചറൊക്കെ ഞാൻ തന്നെ എൻ്റെ സൈക്കിൾ വണ്ടി ഇവിടെ കാണാൻ സൈക്കിൾ വണ്ടി കണ്ടില്ല നിങ്ങൾ? ഇതിലിട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോവുക. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും നമ്മൾ എല്ലാ പണിയും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10 ഉറുപ്പ്യ തീർച്ചയായും കിട്ടാതിരിക്കൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാത്തിലും ആൾക്കാരെ വെച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവസാനം എൻ്റെ പേർക്ക് പോലും ഇപ്പം 10 ഉറുപ്പ്യ മാറ്റിയേക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ എല്ലാ പണിയും ഒരുവിധം എന്നെക്കൊണ്ട് വയ്ക്കപ്പോൾ നമ്മളെ കയ്യിലും കാലിനും ആവുന്നുള്ള കാലത്തോളം നമ്മൾ ചെയ്യുക. നമുക്കിപ്പോൾ 3 പെൺകുട്ടികളാണ്. ഒന്നിൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളെ കെട്ടിക്കാണ്ട്. അപ്പോൾ ഞാനിതാ പറഞ്ഞത്, ജനങ്ങൾക്ക് ഇവിടെ വന്നാൽ എൻ്റെ കട വന്നാൽ ഏത് വിലക്കും
ഇവിടെ ഉണ്ട്. അത്ര 30 ഉറുപ്പ്യക്ക് ചോദിച്ചാൽ 30 ഉറുപ്പ്യക്ക് 20 ഉറുപ്പ്യക്ക് ഈ ചിലവർ പറയാണ് ഒരു 10 ഉറുപ്പ്യയുടെ ഇളനീരുണ്ടോയെന്ന് വെച്ചാൽ അതും ഇവിടെ ഉണ്ടാവും. 15 ഉറുപ്പ്യ ചോദിച്ചാൽ അതും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇളനീര് ഇന്ന് പറിച്ച് ഇളനീര് വണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ എന്തൊരു മുതൽ ചോദിച്ചാലും ഞാൻ എൻ്റെ പണിക്കാർ ഇവിടെ ഒരു പണിക്കാരൻ ചേർക്കാൻ കിടന്ന് ഉറങ്ങുക. ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓനെ ഞാൻ 4 മണിക്കൊന്ന് ഉറങ്ങാൻ വിടും, 2 മണിക്കൂർ. കാരണം ഞാൻ രാവിലെ പുലർച്ചെ പണിക്ക് തെങ്ങേറി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഞാൻ കിടന്ന് ഉറങ്ങും. 4 മണിക്ക് ഓനെ ഉറങ്ങാൻ വിടാൻ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം നമ്മളെ കടയിൽ എങ്ങനെ വന്നാലും ജനങ്ങൾക്ക് ഒരു 10 ഉറുപ്പ്യ ലാഭമുള്ള ഒരു കടയാണത്. പിന്നെ ഇത് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോകണം. ചിലർ അമ്പലത്തിൽ കൊണ്ടുപോകും, ദർഗയിലേക്ക് വേണ്ടി കൊണ്ടുപോകും. ഇങ്ങനെയുള്ള സാധനത്തിലാണ് ഇവിടെ ഇതിനൊക്കെ വില കുറവും. 40 वाला अभी बहुत महंगा है. 40 रुपया 30 रुपये ഇത് ഇവിടെ ഇളനീരില്ല. ഇവിടെ ചെത്തി വെച്ച സാധനം, ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന സാധനം ചെത്തി പൊളിച്ച് വെച്ചാൽ നല്ല തേങ്ങ അല്ല, നനവുള്ളത്. അപ്പോൾ അതാണ് സംഭവം. ഇവിടെ ഇത് ആൾക്കാർ പല വിലക്ക് വന്ന് ചോദിച്ചാൽ ഇവിടെ ഗണപതിക്ക് ഇത് നല്ല ചിലവാണ്. ഗണപതി, ഹോളി, അതുപോലെ ബോരി മുസ്ലിങ്ങളെ ഇവിടെ പള്ളിയുണ്ട്. ഇവിടുന്ന് കുറച്ചുകൊണ്ട് കുറേ പോകണം. അവിടേക്ക് ഓരോ മാസത്തിൽ ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ടാവും. പള്ളിക്കല് യാറാണ്. അപ്പോൾ യാർത്തിങ്ങൾക്ക് ഇത് ഭയങ്കര ചിലവാണ്. മാസത്തിലൊക്കെ ചിലപ്പോൾ 500 1000 പോകും. എല്ലാവരുടെ കടയിൽ നിന്നും പോക്കുണ്ട്. അല്ല അങ്ങനത്തെ ഹോൾസെയിലിൻ്റെ കച്ചവടക്കാരുടെ അടുത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ 4 മണിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുക ബോംബെയിൽ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമറിന് ഈ കട ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ത് വിലക്കും ഇവിടെ ചോദിച്ചാൽ കിട്ടുന്നുള്ള അതിൽ കൂടെയാണ് ഈ പാവങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ കടയിൽ വന്നിട്ട് മേടിക്കണത്. കാരണം പുറത്തുനിന്ന് മറ്റുള്ള കച്ചവടക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ പാവം പുറത്തുനിന്ന് ഇളനീർ മേടിച്ചിട്ട് കച്ചവടം ചെയ്യണേ. 50 ഉറുപ്യ 56 ഉറുപ്പ്യൊക്കെ ഇളനീർ മേടിച്ചിട്ട് അവർക്ക് എന്താ കിട്ടുക? പിന്നെ എനിക്കെന്തായാലും ഇപ്പോൾ ഒരു ഇളനീരിൻ്റെ മുകളിൽ നിന്ന് 5 ഉറുപ്യ എന്തായാലും കിട്ടും. ഇനിയിപ്പോൾ 30 വിറ്റാലും 40 വിറ്റാലും എല്ലാത്തിൻ്റെ മുകളിലും ഒരു 5 ഉറുപ്യ മാറ്റിയേക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കസ്റ്റമറിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് മേടിക്കണം എന്നുള്ള ആ പരിപാടി ഞാൻ ചെയ്തില്ല. എൻ്റെ പണിക്കാർ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്ന ജനങ്ങൾ എന്ത് വില വെച്ചാലും എന്ത് വിലക്ക് വെച്ചാലും ഇവിടെ കൊടുത്തോളണം. ഒരു 30, 20, 10, 15, 50 പല വിലക്കുണ്ട്. 50 വെച്ചാൽ 50 ഉണ്ട്. ഇതിപ്പോൾ 70 ഉറുപ്പ്യക്കാണ് പുറത്ത് വില. ഞാൻ ഈ സാധനം എത്ര വെക്കണേ 50, 60 കൊടുക്കുക. അതിൻ്റെ അപ്പുറം കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഒരു 10 ഉറുപ്പ്യ കിട്ടും. പിന്നെ എന്തിനപ്പോൾ നമ്മൾ അതിന്മേൽ കൂട്ടി വിൽക്കണേ? എല്ലാവർക്കും അതെ, ഒരു ഇളനീർ വെച്ചാൽ ചിലപ്പോൾ 6 ഉറുപ്പ്യ 8, 10 കിട്ടും. അതേമാതിരി ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് 50 കൊടുത്തൂടെ? അപ്പോൾ ഇതൊക്കെയാണ് സംഭവം എന്നറിയാം. അപ്പോൾ എന്തായാലും എൻ്റെ സ്ഥാപനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് വിട്ടെന്ന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപാട് സ്ഥലത്ത് ഞാൻ തെങ്ങുമ്മ പോയി കയറണതാണ്. ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, തെങ്ങുമ്മ കയറ്റൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടുമോ നോക്കട്ടെ. എവിടെ കിട്ടണ, ആര് കാണാൻ? അപ്പോൾ എന്തായാലും നമ്മളെ കഥകളൊക്കെ പറഞ്ഞു.